മലയാളികൾ എക്കാലവും ഓർത്തുവെക്കാൻ ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ചു കടന്നുപോയ നടനാണ് കൊച്ചിൻ ഹനീഫ. നടനായും സംവിധായകനായും തിരക്കഥാകൃത്തുമായുമൊക്കെ മലയാള തമിഴ് സിനിമാ ലോകത്ത് സജീവമായിരുന്നു താരം. 2010 ഫെബ്രുവരി 2 ഈ ലോകത്തോട് താരം വിട പറഞ്ഞത്. കരൾ രോഗമായിരുന്നു അദ്ദേഹത്തിന്. ഹനീഫയ്ക്ക് മമ്മൂട്ടിയുമായി ഉണ്ടായിരുന്ന ആത്മബന്ധത്തെക്കുറിച്ചൊക്കെ അക്കാലത്ത് ചർച്ചകളുണ്ടായി. പിന്നീട് ഹനീഫയുടെ കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകൾ അങ്ങനെ കണ്ടിരുന്നില്ല. നടൻ ദിലീപ് അടക്കമുള്ള ഹനീഫയുടെ സുഹൃത്തുക്കൾ ഭാര്യ ഫാസിലയ്ക്കും ഇരട്ട പെൺകുട്ടികളായ മക്കൾക്കും സഹായവുമായി എത്തിയിരുന്നു. എന്നാൽ ഹനീഫയുടെ മക്കളെക്കുറിച്ചുള്ള അഭിമാനകരമായ വാർത്ത ഈയിടെ പുറത്തു വന്നിരുന്നു. ഇരുവരും ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരുങ്ങുന്നതിനെ പറ്റിയുള്ള ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ശ്രദ്ധ നേടിയത്. അനീഷ് മോഹൻ കോട്ടയം എന്നൊരു മോട്ടിവേഷൻ സ്പീക്കറുടെ സോഷ്യൽ മീഡിയ പേജിൽ വന്നൊരു കുറിപ്പാണ്. നടൻ കൊച്ചിൻ ഹനീഫയുടെ 2 പെൺമക്കളും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജോലിയിൽ തിളങ്ങാൻ പോകുന്നു എന്നാണ് കുറിപ്പ്. മക്കളായ സഫയും മർവയും ഇപ്പോൾ വലിയ കുട്ടികളാണ്. ഇരുവരും തങ്ങളുടെ കരിയർ സ്വന്തമാക്കുന്നതിന്റെ ഭാഗമായി ഉന്നത പഠനത്തിന് ചേർന്നിരിക്കുന്നു. ഹനീഫയുടെ സ്വപ്നം പോലെ തന്നെ സാധാരണ പെൺകുട്ടികളെപ്പോലെ അധികം പ്രായമാകും മുൻപേ വിവാഹം കഴിപ്പിച്ചു വിടാതെ തന്റെ ഇരട്ട പെൺകുട്ടികളായ മക്കളെ കഴിയുന്നിടത്തോളം പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന പിതാവാണ് ഹനീഫ. ഭാര്യ ഫാസിലയോട് താരം അത് പങ്കുവച്ചിരുന്നു. ഭർത്താവിന്റെ വിയോഗത്തിൽ തളർന്നു പോയെങ്കിലും ഫാസില അവരുടെ 2 പെൺമക്കളെയും പഠിപ്പിച്ച് മിടുക്കികളാക്കി. +2 ഉന്നത മാർക്ക് നേടിയ ഇരുവരും പഠിച്ചു നേടാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കോഴ്സിനാണ് ചേർന്നത്. ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാനും മറ്റൊരാൾ കമ്പനി സെക്രട്ടറി അഥവാ കോർപ്പറേറ്റ് സെക്രട്ടറി കോഴ്സിനുമാണ് ചേർന്നത്. ഇവരുടെ കോഴ്സ് പൂർത്തിയാകാറായിരിക്കുകയാണ്. ഇരുവർക്കും ധൈര്യവും തണലുമായി ഉമ്മ ഫാസിലയുമുണ്ട്. പ്രശസ്തമായ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിലാണ് സഫയും മർവയും പഠിക്കുന്നത്. അനീഷ് മോഹൻ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിന് ടാഗ് ചെയ്തുകൊണ്ട് കുറിപ്പിങ്ങനെയാണ്: ഞാൻ ഫാസില, കൊച്ചിൻ ഹനീഫയുടെ ഭാര്യയാണ്. ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് CA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടിയുള്ള ഓറിയന്റേഷൻ ക്ലാസ് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന ഒരു രക്ഷകർത്താവ് തെല്ല് അതിശയിപ്പിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി. മക്കൾ സഫയും മർവയും 2 പേരും ഇവിടെ പഠിക്കുന്നു. ഒരാൾ CAയും മറ്റേയാൾ CS. അനീഷ് സാർ ഇങ്ങനെ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഇമോഷണലി ബന്ധിപ്പിച്ച് ക്ലാസ് എടുത്തത് നന്നായി. അത് 2 കൂട്ടർക്കും പരസ്പരം കുറച്ചുകൂടി മനസ്സിലാക്കുവാൻ സഹായകരമാകും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതീക്ഷയാകുവാൻ, പ്രചോദനമാകുവാൻ സാറിന്റെ വാക്കുകൾക്കും അനുഭവങ്ങൾക്കും സാധിക്കുന്നു. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരത്തിന്റെ ഭാര്യയുടെ ഈ ഫീഡ്ബാക്ക് ഒരുപാട് സന്തോഷം നൽകി. ഒപ്പം ആ വലിയ കലാകാരനെ പറ്റി സംവിധായകൻ ജോണി ആന്റണി പറഞ്ഞ കാര്യം ഓർമ്മയിൽ തെളിയുവാൻ ഇടയുമാക്കി. അത് ഞാൻ പങ്കുവെക്കുകയും ചെയ്തു. മലയാളികൾ ഇന്നും കണ്ടു നിർത്താതെ ചിരിക്കുന്ന CAD മൂസയിലെ ഗാനരംഗത്തിൽ അദ്ദേഹം അഭിനയിക്കവെയാണ് അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചത്. വാർത്ത അറിഞ്ഞിട്ടും തന്റെ ഭാഗം അഭിനയിച്ച് തീർത്തിട്ടാണ് അദ്ദേഹം ഉമ്മയെ കാണുവാൻ പോയതത്രേ. അത്രമാത്രം പ്രതിബദ്ധതയുണ്ടായിരുന്ന നടൻ. ഉമ്മയുടെ വിയോഗവേദന ഉള്ളിലൊതുക്കി കാഴ്ചക്കാരെ ചിരിപ്പിക്കാനും തന്റെ ജോലി കൃത്യമായി നിർവഹിക്കാനും കാണിച്ച കൊച്ചിൻ ഹനീഫ എന്ന ആ കലാകാരന്റെ മക്കൾക്ക് അതിലും വലിയ മാതൃകയുണ്ടോ, പ്രചോദനമുണ്ടോ? സഫയും മർവയും ലോജിക്കിലൂടെ ഭാവി ശോഭനമാക്കി. ഈ നാടിനും ഈ ഉമ്മയ്ക്കും അഭിമാനമാവുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റും കമ്പനി സെക്രട്ടറിയുമായി മാറട്ടെ.